നമുക്ക് ഇന്ന് വളരെ എളുപ്പത്തിൽ കുക്കറിനകത്തെ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സൂചി റവ ഉപ്പുമാവ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമ്മൾ അതിന് വേണ്ടി കുക്കർ വേണം. കുക്കർ അടുപ്പത്ത് വെച്ച് കുക്കർ ചൂടായി വരുമ്പോഴേക്കും ഒരു 1/4 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒഴിക്കുക. വെളിച്ചെണ്ണയൊക്കെ ഭയങ്കര കുറച്ചാണ് ഞാൻ എടുക്കുന്നത്. ഡയറ്റ് നോക്കുന്ന എല്ലാവർക്കും ഇത് ഉപയോഗപ്രദമാണ്. കടുക് പൊട്ടിക്കാൻ മാത്രമുള്ള വെളിച്ചെണ്ണ മതി. അതിനുശേഷം നമ്മുടെ വറ്റൽമുളക് ഒരു 3-4 എടുത്ത് കീറിയിടുക. പിന്നെ നമുക്ക് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, തക്കാളിക്ക ഇത്രയും നമ്മൾ സാധാരണ ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ട് ഇടുക. എന്നിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇങ്ങനെ ഇളക്കി വന്നതിന് ശേഷം നമ്മളിൽ കുക്കറിൻ്റെ അടപ്പ് വെച്ച് ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്കുക. അത് തീ എന്നിട്ട് നമ്മൾ ഗ്യാസിൻ്റെ തീ നല്ലതായിട്ട് കുറച്ച് വെക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇച്ചിരി കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല രീതിയിൽ അത് വഴന്നിരിക്കും. അടിക്കൊന്നും പിടിക്കത്തില്ല. കാരണം കുക്കർ നല്ല അടികട്ടിയുള്ള പാത്രമായതുകൊണ്ട് ഒരു പ്രശ്നവും വരില്ല. പിന്നെ നമുക്ക് അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള വെള്ളം 2-3 കപ്പ് വെള്ളം നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. എന്തുമാത്രം റവയാണോ നിങ്ങൾ എടുക്കുന്നത് അതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ 2-2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ റവ ഇട്ട് കൊടുക്കുക. സൂചി റവയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് വെള്ളം എടുക്കുന്ന അനുസരിച്ച് റവ ഇടാവുന്നതാണ്. ഇളക്കി റെഡിയാക്കി ഇപ്പം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും ഇപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയും തേങ്ങ വേണ്ടവർക്ക് തേങ്ങ ചേർത്തോ, പഞ്ചസാര വേണ്ടവർക്ക് പഞ്ചസാര ചേർത്തോ, എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ വേണ്ടവർ നമുക്ക് എടുത്ത് മാറ്റി കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് തേങ്ങയൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചീനച്ചട്ടിക്കകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഞാൻ ആ തേങ്ങയ്ക്കകത്തോട്ട് കുറച്ച് ഉപ്പുമാവ് എടുത്ത് പിള്ളേർക്ക് വേണ്ടി തയ്യാറാക്കുകയാണ്. വലിയവർക്ക് വേണ്ടി വേറെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനകത്തോട്ട് മിക്സ് ചെയ്ത് കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടെ പിള്ളേർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ ഞാൻ ഒരു മുട്ട പൊരിച്ചാണ് കൊടുക്കുന്നത്. നമ്മൾ 2-3 മുട്ട അടിച്ച് നന്നായിട്ട് പൊരിക്കുക നല്ലവണ്ണം. അതിനുശേഷം നമ്മൾ ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നല്ലതാണ്. പിള്ളേർക്ക് രാവിലെ പച്ചക്കറികളും മുട്ടയും എല്ലാം കൂടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി കിട്ടുകയും ചെയ്യും.